നമുക്കിപ്പോൾ ശരിക്കും അവരൊക്കെ മിസ്സിങ് ആണല്ലേ, മണിയുടെയൊക്കെ ഒരു മിസ്സിങ്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും മണി എന്നൊരു ആൾ, ഒരു ആക്ടർ നമുക്ക് എന്തുമാത്രം നഷ്ടമായി പോയി അയാളുടെ ഒരു അഭാവം. ഒരിക്കലും ഒരു ജന്മത്ത് കിട്ടാത്ത അത്രയും മനോധൈര്യം എനിക്ക് തന്നുകൊണ്ടു എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. സിനിമ ആസ്വദിച്ച് കാണുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് സീൻ അത് തന്നെയാണ്. നിരഞ്ജൻ എന്ന കഥാപാത്രം കോരിത്തെരിപ്പിച്ച് മോഹൻലാൽ സാർ ആക്ട് ചെയ്ത. ആദ്യം ദേവദൂതൻ ചെയ്തപ്പോഴത്തേക്കും എനിക്കറിയാം ടോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അതിൽ ഭ്രാന്തായി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഒരു ഫെയിലിയർ പിക്ചർ രണ്ടാമതെടുത്ത് ഭയങ്കര സേഫ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സെറ്റ് ആയിരുന്നു. അത് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര റെലവെന്റ് ആണല്ലോ, സേഫ്റ്റി ഇൻ സിനിമ സെറ്റ്. ജയറാമേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യം വിഷുക്കൈ നീട്ടാൻ കിട്ടിയത്. അതിൽ തരാതിരുന്നത് സുരേഷ് ഏട്ടനാ. ശരിക്കും അത് സിനിമയിൽ പെട്ടെന്ന് ആൾക്കാർ മണി അതിങ്ങനെ വടിച്ചെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് തരാം. ഈ പാട്ടിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സുജാത പാടിയപ്പോൾ ഈ അനുപല്ലവിയിൽ ഞാൻ എന്നിട്ട് സുജനെ പിന്നീട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വേർഡ് തെറ്റിച്ചിട്ടുണ്ടല്ലോ. കുമാരി ചേച്ചി പറ്റൂല മോനെ, നീ ഡാൻസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ ഞാൻ നല്ല ഡാൻസർ ആയിരുന്നു എന്നുള്ള കുമാരി ചേച്ചി അറിഞ്ഞിട്ടുണ്ടാകാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. 1998 ഞാൻ പഠിച്ച് ദുബായിലൊക്കെ പോയി വരുമ്പോഴാണ് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കാണുന്നത്. അന്ന് കണ്ട സിനിമ ഇന്നും മനസ്സിൽ നിന്നും പോകുന്നില്ല. ആ സിനിമ വീണ്ടും വരുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രതീക്ഷ വലുതാണ്. ആ പ്രതീക്ഷ പങ്കുവയ്ക്കാൻ അന്ന് ഈ സിനിമയുടെ ബാലതാരങ്ങളായി അഭിനയിച്ച 4 പേര്, അന്നത്തെ ഡയറക്ടർ, പ്രൊഡ്യൂസർ. ഒത്തിരി സന്തോഷം. ഈ സിനിമ വീണ്ടും നിങ്ങൾ ഇറക്കി വരുമ്പോൾ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. സ്വാഗതം ചെയ്തു. എനിക്ക് ഈ സിനിമയെക്കുറിച്ച്, എനിക്ക് ദേവദൂതൻ റിലീസിന് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് പ്രേക്ഷകരെ ഏറ്റെടുത്തൊരു സമയമായിരുന്നു. അത് തന്നെയായിരിക്കും ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും നല്ല സിനിമയാകാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സാറേ, ഇവരൊക്കെ കണ്ട് അന്ന് ചെറിയ കുട്ടികളായിട്ട് ഒരു ബാച്ചിൽ വന്ന് കളിച്ച് പാട്ടിലൊക്കെ കളിച്ച് നമ്മൾ കണ്ട ആ ഓർമ്മ, ആ മുഖം പോലും നമുക്ക് ഓർക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ നോക്കിയാൽ മുഖത്തിലേക്ക് എത്താൻ പറ്റില്ല. ശിവ സാർ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ കാണുന്നത് തന്നെ അല്ലേ? ഇപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച അവരൊക്കെ കണ്ടു. ഇവന്റിന് വന്നപ്പോഴാണ് കാണുന്നത്. അതിന് മുമ്പൊന്നും കണ്ടിട്ടില്ല. എവിടെ അതുപോലെ അറിയത്തില്ല. ഇവർക്കൊരു ഭാഗ്യമായിരിക്കും കിട്ടിയിരിക്കും ഈ ഒത്തുകൂടൽ അല്ലേ? പഴയ സ്കൂളിലിരുന്ന് പഠിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുൻകൈ എടുത്ത സിബിസാറിനും സിയാക്കാക്കും ബിഗ് സെൽവട്ടുണ്ട്. സിയാക്ക, താങ്ക് യു. സിയാക്ക, സിബിസാറുമായിട്ടുള്ള ബന്ധം ഭയങ്കരമാണ്. നിങ്ങളുടെ സിനിമകളാണ് ഒന്നിനു പുറം ഒന്നായി വരുന്നത്. അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് പരസ്യമാക്കാൻ പറ്റും? ഇതിനകത്ത് രഹസ്യമില്ല. അതായത് ഞങ്ങൾ തമ്മിൽ 1988 ഒരു സിനിമ ചെയ്യാനുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അന്ന് അത് നടന്നില്ല. 10 വർഷത്തിന് ശേഷം ഈ സിനിമ അദ്ദേഹത്തിലേക്ക് എത്തി. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങിയ പ്രോജക്റ്റുമല്ല, പക്ഷേ ഇത് വന്നു ചേർന്നതാണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ഞാൻ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു പ്രൊഡ്യൂസറായി അദ്ദേഹം. എനിക്ക് ഏറ്റവും എന്താണ്, നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. സംബന്ധിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു വൈസ് വേഴ്സ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നതുകൊണ്ടാണ് പിന്നെ തുടർച്ചയായിട്ട് സിനിമകൾ വന്നത്. സമ്മർ കഴിഞ്ഞ് നമ്മൾ അപ്പം തന്നെ എൻ്റെ അടുത്ത് അടുത്ത സിനിമ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉസ്താദ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് മാത്രം ഉള്ള ഡിലേയാണ്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ദേവദൂതൻ ചെയ്യുന്നു. അങ്ങനെ പിന്നെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും അവസാനം ചെയ്തത് അപൂർവരാഗമാണ്. 2010 10-12 വർഷം ഞങ്ങൾ നിരന്തരമായിട്ട് 5-6 സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത് ആ ഒരു ഞാനൊരു വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയും ഇത്രയും അധികം സിനിമ ചെയ്തിട്ടില്ല, ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു എന്താണ്, പരസ്പരം ഉണ്ടാകുന്ന ഒരു മനസ്സിലാക്കലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ പറയുന്നതും
ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹം അത് എനിക്ക് എങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ നിന്ന് അത് ചെയ്തു തരുമെന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഈ ബാലതാരങ്ങളിൽ ഏറ്റവും കുറുമ്പുണ്ടായിരുന്ന ആരായിരുന്നു? ഇവരെല്ലാവരും അത്യാവശ്യം കുഴപ്പക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഇവളെ ഏറ്റവും ചെറിയ, ഏറ്റവും ചെറുതായിരുന്നു. പക്ഷെ അതിന് ഇവർ രണ്ടും ഏകദേശം ഒരു പ്രായക്കാരും ഇവർ തമ്മിലാണ് കൂടുതൽ പോട്ടിയുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഏജാ. ഞാൻ ഒരു വയസ്സിന് മൂത്ത ഇവർ തമ്മിൽ ഞാൻ പിന്നീട് ഇപ്പോഴാണ് ഇവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നത്, അന്ന് കോസ്റ്റ്യൂം കിട്ടുമ്പോൾ തന്നെ അതെനിക്ക് വേണം ഇതെനിക്ക് വേണം, അതൊക്കെ തമ്മിൽ വഴക്ക. കുഞ്ഞുങ്ങളല്ലേ, 6 വയസ്സ് 7 വയസ്സ്. അങ്ങനെ അവരെ അങ്ങനെ ഈ കോസ്റ്റ്യൂമർ SP സതീഷ് അവരെ ഹാൻഡിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർ പറയായിരുന്നു. പുള്ളി എല്ലാവരെയും സമാധാനിപ്പിച്ച് അടുത്ത സീനിന് നമുക്ക് മറ്റൊരു ഡ്രസ്സ് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എന്താണെന്നൊന്നും അറിയത്തില്ലേ. നല്ല കളർഫുള്ളായിട്ടൊരു സാധനം കണ്ടാൽ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ആ പ്രായമാണല്ലോ അന്ന്. അതെ അല്ലേ? ഓരോ സിനിമകൾ കഴിയും തോറും സിബിസാറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും അടുത്ത സിനിമയിലേക്ക് ഒരു തയ്യാറെടുപ്പ് വലുതായിരുന്നു ആ കാലഘട്ടത്തിൽ. അതും ഏറ്റവും കൂടുതൽ സിയാദക്കാട് കൂടെ കൂടുമ്പോൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന രണ്ടുപേർ. ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് നടത്തിയ ഒരു സിനിമ ഏതായിരിക്കും? എനിക്ക് ദേവദൂതനാണ്. ദേവദൂതൻ്റെ പുറകെ ഞാൻ ഒരു സ്ക്രിപ്റ്റിംഗ് മാത്രം ഒരു വർഷത്തോളം അതിൻ്റെ പുറകെ സഞ്ചരിച്ചു. ഞാനത് 3ാമത്തെ സ്ക്രിപ്റ്റാണ്. ആദ്യത്തെ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് 2ാമത്തെ സ്ക്രിപ്റ്റ് മൂന്ന് വേർഷനായിട്ടാണല്ലോ. അപ്പോൾ അതിനാണ് അന്ന് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന സമയത്ത് തന്നെ 1 വർഷത്തോളം ഒരു സ്ക്രിപ്റ്റിൻ്റെ പുറകെ ഇരുന്നു. 2ാമത്തെ വേർഷൻ വന്നിട്ട് ഒരു 6 മാസം ഇരുന്നു. അത് കഴിഞ്ഞ് മോഹൻലാൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും അടുത്തൊരു 3 മാസം അതിൻ്റെ ആ മാറ്റത്തിലേക്ക് വന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതും ഏറ്റവും കൂടുതൽ നമ്മൾ മേക്കിങ്ങിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കും അതിനുവേണ്ടി ഒരുപാട് ചെയ്യേണ്ടി വന്നു. അതിനു വേണ്ടിയായിരുന്നു. സിബിസാർ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണല്ലോ ഈ സിനിമകൾ ഇങ്ങനെ ഒന്നിനു പുറം ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ റീ റിലീസ് ആണെങ്കിലും ദേവദൂതം കഴിഞ്ഞ് അടുത്തയിലേക്ക് വരുന്നു. അത് മാറ്റമില്ലാതെ നിങ്ങൾ തുടരുകയാണ്. ആ ആത്മബന്ധമാണ് ഏറ്റവും വലുത് സിനിമ തരുന്നതിന്. ഏതെങ്കിലും സമയത്ത് സിബിസാറുമായിട്ട് ഒന്ന് മുഖത്ത് നോക്കിയിട്ട് ഇത് വേണ്ടായിരുന്നു സിബി എന്ന് പറയാൻ തോന്നിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സിബി പറഞ്ഞല്ലോ, വളരെ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ദൈവവിശ്വാസികളാണ്. മനസ്സിലായ, ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ വരുമ്പോഴല്ലേ അയ്യോ സിബി ഇത് വേണ്ടാന്ന് പറയേണ്ട ഒരു അവസരം ഉണ്ടാവുള്ളൂ. ഉള്ളത് തുറന്ന് അങ്ങോട്ടും പറയുമ്പോഴത്തേക്കും വേറെ എന്താ പ്രശ്നമുള്ളൂ? ഇതിലെല്ലാത്തിനും പുറമെ എൻ്റെ വളർച്ചയിലും തളർച്ചയിലും എല്ലാം അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്. ഒരിക്കലും ഒരു ജന്മത്ത് കിട്ടാത്ത അത്രയും മനോധൈര്യം എനിക്ക് തന്നുകൊണ്ടും എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. അത് അദ്ദേഹം സിനിമ ഡയറക്ടറോ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്ത്, എൻ്റെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അത് മറക്കാൻ പറ്റില്ല. അത് ഒരിക്കലും എന്തെന്നാ പറയുക, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലൊന്നും കാണാൻ സാധിക്കത്തില്ല എന്ന് എനിക്ക് ഷുവറാണ്. അപ്പം പിന്നെ എന്താ പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ കുട്ടികളൊക്കെ അന്ന് എങ്ങനെയാണ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ മുട്ടായി മേടിച്ചു കൊടുക്കേണ്ടി വരും കരയാതിരിക്കാൻ? പൈസയൊക്കെ ഇവരാണോ കൂടുതൽ ചിലവാക്കിച്ചത് പ്രൊഡ്യൂസറിനെ കൊണ്ട്? അയ്യോ, അങ്ങനെയല്ല. അതൊരു അല്ല, കളിപ്പാട്ടോ മിഠായിയോ അവിടെ ഉണ്ടായിരുന്ന മറ്റെന്താ പറയുക പ്ലേ ടോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ബോധം ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയായിരുന്ന ഒരു സിനിമ. സമറിമ്പത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും സിനിമ അഭിനേതാക്കളോ അഭിനേത്രികളോ അല്ലെങ്കിൽ മറ്റുള്ള വിധത്തിലുള്ള ഒരു ഇതിലല്ല സിനിമ നടന്നത്. ഇത് 1 and only, എൻ്റെ ഒരു എക്സ്പീരിയൻസിന് 1 and only സിനിമയാണ്. ഇനി സംഭവിക്കാനും പോകുന്നില്ല, എനിക്ക് ഷുവറാണ്. അന്ന് ആർക്കും ഒരു ഈഗോ ഇല്ല. അതിനടുത്ത് ഒരു ആർട്ടിസ്റ്റിനും ഇല്ല, ടെക്നീഷ്യൻസിനും ഇല്ല, ഒന്നിനും ഒരു ഈഗോ ഇല്ല. അങ്ങനെ എന്തും നന്നായി നടക്കട്ടെ എന്നുള്ള, അതുമാത്രമല്ല ഒരു ആഘോഷത്തിൻ്റെ എന്താ പറയുക, ആഘോഷത്തിൻ്റെ ദിനങ്ങളാണത്. എന്നാൽ വെക്കേഷൻ ടൈം എൻ്റെ ഫാമിലിയുണ്ട്, സിബിയുടെ ഫാമിലിയുണ്ട്, അങ്ങനെ മൊത്തം ഫാമിലികളെല്ലാം, ഇവരുടെയൊക്കെ പാരൻസ് ഉണ്ട്. ഈ പാരൻസും എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ വൈഫും എല്ലാവരുമായിട്ട് അവരങ്ങനെ അവരുടെ വഴിക്ക് പോകും. ഞാൻ എൻ്റെ വഴിക്ക് ഇവരുടെ ഷൂട്ടിങ് കാണാനും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് പോകും. രഞ്ജിത്തുണ്ട്, രഞ്ജിത്തിൻ്റെ ആയിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ പോകും. ഒരിക്കലും ഒരാൾക്കൊരു ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നില്ല. എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ കാര്യങ്ങളാണ്. അത് ഈ കുട്ടികൾക്കും ഇപ്പം ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു സൗഹൃദമാണ് ഇന്നും ഈ കുട്ടികൾ ഇവിടെ എത്തിയതിൻ്റെ റീസൺ.
അന്ന് ഞങ്ങളെയൊക്കെ എന്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവാണ് ഇന്ന് ഇവർ ഞങ്ങൾ വിളിച്ചപ്പോൾ ഓടി എത്തിയതും. ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ അത് വരണമെന്നാണ് ആഗ്രഹിച്ചിട്ടാണ് വന്നത്, അല്ലാതെ ഒരു ഫിലിം ഫെയിമായിട്ട് വന്ന് പോകേണ്ട ഒരു കാര്യത്തിനല്ല വന്നത്. ഇവരൊക്കെ നമ്മളുടെ കുട്ടികളും നമ്മളുടെ ആൾക്കാരും എല്ലാം ആയിട്ടുള്ള ഒരു ജീവിതം, അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എനിക്ക് തോന്നുന്നുള്ളൂ. അല്ല, വളരെ ചുരുക്കമായിരിക്കും. അത് കൃത്യമാണ് സിയാക്ക പറഞ്ഞത്. അന്നത്തെ ഓർമ്മകളിൽ നിന്നും ഇന്നെത്തിയപ്പോൾ ചിലത് ചേച്ചിമാരായിരിക്കാം, ചിലത് ഒരേ പ്രായക്കാരായിരിക്കാം. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേ പ്രായം എന്ന രീതിക്ക് ഞാൻ സംസാരം കണ്ടു. കുറച്ച് മുമ്പ് ചേച്ചി എന്ന് വിളിച്ച ആൾ എടിയെന്ന് വിളിച്ച് നേരത്തെ ചേച്ചി എന്നല്ല വിളിച്ചത്, തമാശയ്ക്ക് വയ്ക്കുന്നതാണെങ്കിൽ അത് അവർക്ക് സൗഹൃദമാണ് കണ്ടു തുടങ്ങി. അന്ന് സിനിമ കണ്ടപ്പോൾ നമുക്കൊന്നും തോന്നിയിട്ടില്ല അല്ലേ. ഇന്ന് ഈ സിനിമ കാണുമ്പോഴാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് നമ്മൾ അന്ന് ചെയ്തു വെച്ച് എന്തൊക്കെയാണെന്ന് അല്ലേ. അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയുണ്ട്. എനിക്കിപ്പോൾ ആ സിനിമ കാണണം, കണ്ടിട്ടാണ് എനിക്ക് പറയണം. അന്ന് ഞാൻ അഭിനയിച്ചു, അന്ന് ഏറ്റവും പൊടിയായിരുന്നു. കസിൻ ഞാനായിരുന്നു. അപ്പോൾ മെമ്മറി അന്നത്തെ അതൊന്നും ഓർമ്മയില്ല. പക്ഷെ പിന്നീട് ആ മൂവി ഇരുന്ന് കാണുമ്പോഴും അതിൽ ഇത്രയും വലിയ ഒരു ലീഡിങ് ആക്ടേഴ്സിന്റെ കൂടെയാണല്ലോ നമ്മളത് അഭിനയിച്ചതെന്നുള്ള ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് റിലീസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നാണെങ്കിലും ആ സിനിമ അതിൻ്റെ എല്ലാ ജനറേഷനിലും ഈ സിനിമ ഉറ്റുനോക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഞാൻ അങ്ങനെയാണ് കമൻസ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കേൾക്കുന്നത്. ഈവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും പബ്ലിക് സ്പേസിൽ നിന്നാണെങ്കിലും കേൾക്കുന്ന എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. ഇതിന് ഇവിടെ വന്നപ്പോഴാണ് ഇവരൊക്കെ ആയിട്ട് പരിചയം വീണ്ടും പുതുക്കാൻ. ഞങ്ങൾ റീസെന്റ് കണക്റ്റഡ് ആയി. പിന്നെ റീ റിലീസ് ഈവന്റിന് ഞാൻ സിനിമ രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾ കണക്ഷൻ ആവുന്നത്. അതെ, കുറച്ച് നാൾ മുമ്പ് എനിക്ക് അലയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇപ്പൊ കാണാൻ പറ്റിയത് ഈ റീ റിലീസിന്റെ ഭാഗമായിട്ടാണല്ലേ. എന്നും സോങ്ങുമായിട്ട് ഇൻസ്റ്റയിൽ ആക്റ്റീവാണ്, പാട്ടുകളായിട്ടാണെങ്കിലും വരുന്നത്. നമ്മുടെ ഈ സിനിമയെ അന്നത്തെ ഓർമ്മയിൽ വെച്ച് ഇന്നിവിടെ ഇരിക്കുമ്പോഴുള്ളൊരു മുഹൂർത്തം ഉണ്ടല്ലോ, അന്ന് ഏതെങ്കിലും ആ ഷൂട്ടിന്റെ സമയത്ത് എന്തെങ്കിലും ഓർമ്മയിലേക്ക് എടുക്കാൻ പറ്റുമോ? കുറേ ഉണ്ട് ആക്ച്വലി. ഒരു ഇൻസിഡന്റ് എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഇപ്പോഴും ഒരു ഫീലിംഗ് ഞാൻ പറയാം, ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്ത ഒരു സെറ്റായിരുന്നു അത്. ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര റെലവെൻ്റ് ആണല്ലോ സേഫ്റ്റി ഇൻ സിനിമ സെറ്റ്സ്. ആ ടൈമിലൊക്കെ ഞങ്ങൾ കുട്ടികളാണെങ്കിലും എല്ലാവരും റെസ്പെക്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഒരു അക്ഷരം മോശമായി സംസാരിക്കൂ, ഞങ്ങൾ വോയിസ് പോലും റേസ് ചെയ്യില്ല. ഞങ്ങൾ അത്രയും കുറുമ്പ് കാണിച്ച് നടന്നാലും അത്രയും ലവിങ്, കെയറിങ്, നർച്ചറിങ്, സേഫ് പ്ലേസ് ആയിരുന്നു. ആ ഒരു സേഫ്റ്റി എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അത് കാരണമാണ് ഇവർ വിളിക്കുമ്പോഴേ ഞങ്ങൾ ഓടിയെത്തുന്നത്. ബിക്കോസ് വി നോ ഇറ്റ്സ് ഹോം. വെൻ യു കം ബാക്ക് ഇറ്റ്സ് സ്റ്റിൽ ലൈക്ക് ഇറ്റ് ഫീൽസ് ഹോം. അതിപ്പോൾ ഒരു പരിചയക്കേടോ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഓ അങ്കിൾ കണ്ടു. സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ കുറച്ച് കാലം കഴിഞ്ഞ് US പോയി വരുമ്പോൾ കാണുമ്പോൾ ഒരു ഇതല്ലേ, സെയിം ഫീലിംഗ്. അതെ അതെ അതെ, ആ ഫാമിലി വലിയ ഫാമിലിയിലേക്ക് വീണ്ടും ചേരുകയാണ് അല്ലേ. അതാണല്ലോ, അങ്ങനെയല്ലോ ഫീൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളൊത്തിരി കണ്ടിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ അമ്മയുടെ പരിപാടിക്കാണെങ്കിലും പല പരിപാടിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? സന്തോഷം, അതല്ലാതെ വേറെ എന്താ പറയുക. ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ കിട്ടുക എല്ലാം സന്തോഷമല്ലേ. ഞാനിപ്പോൾ എന്നെ തന്നെ ബിഗ് സ്ക്രീനിൽ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണാൻ പോകുന്നത്. ഞാൻ ലാസ്റ്റ് ചെയ്തത് ആണ്ടവൻ സാറിൻ്റെ തന്നെ മൂവിയാണ്, മണിച്ചേട്ടൻ്റെ. അത് കഴിഞ്ഞിട്ട് 16 വർഷങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നു. എന്നെ തന്നെ ഞാൻ കാണാൻ പോവാം 16 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതും എൻ്റെ 2 പിള്ളേരുടെ കൂടെ. പിള്ളേരുടെ ഒപ്പം വരുന്ന കാണാൻ പോവാണ്. ലാസ്റ്റ് അഭിനയിച്ചോ? ആണ്ടവൻ സാറിൻ്റെ മൂവി തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ നിർത്തിയതല്ല, ക്ലാസ് ഒക്കെ പോകണ്ടല്ലോ എന്നോർത്ത് കുറച്ച് വന്നതാണ്. പിന്നെ അപ്പം തന്നെ മാരേജ് കഴിഞ്ഞു, പിന്നെ മോനായി. അങ്ങനെ ഒരു ഇതിലേക്ക് അമ്മയിൽ അപ്പോഴും മെമ്പറാണ്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും വരാറുണ്ട്. മെമ്പർഷിപ്പ് എടുത്തോണ്ട് ഇപ്പൊ എല്ലാ പരിപാടിക്കും മെമ്പർഷിപ്പ് എടുത്ത് 2002 എടുത്തതാ. 2002 ഈ സിബി സാറ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ആ സമയത്ത്? അയ്യോ ഇല്ല. സിബി സാറിന് ഞാൻ സല്ലാപത്തിലും സാറ് കുറച്ച് സീൻസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടേ സാറിനെ അറിയാം. സാറ് ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ എന്ന് പറയണത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കണം, ഇങ്ങനെ ചെവി കൊടുക്കുന്നത് അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അന്ന് തൊട്ടേ സാറായിട്ട് പരിചയമുണ്ട്. അതേപോലെ സംരംഭത്തിലേയും കഴിഞ്ഞിട്ട് നന്ദനവും സാറ് ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ആ മൂവിയിൽ ഞാനുണ്ട്. അപ്പോൾ അപ്പോഴും സാറിനെ കണ്ടിട്ടുണ്ട്. സാറ് എന്താ റേസ് ചെയ്യാത്തതെന്നൊക്കെ പലവട്ടം
നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും റേസ് ചെയ്യും, നമ്മുടെ കുരുത്തക്കേടും ഒക്കെ കാണിച്ചാൽ. അന്ന് ഫിലിമല്ലേ, ടേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ സാറ് ഒരിക്കലും റേസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ടും. അതേപോലെ രഞ്ജിത്തേട്ടനും, പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്തേട്ടനും, അതെ രഞ്ജിത്തേട്ടനും ഒന്നും റേസ് ചെയ്ത് കണ്ടിട്ടില്ല. നമ്മളെങ്ങാനും വരാൻ ലേറ്റ് ആയാലോ രഞ്ജിത്തേട്ടനും കാമായിട്ട് തന്നെ, അതായത് മൊത്തം കാമാണ്. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. ഇപ്പോൾ ഒരാൾ റേസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്കൊരു പേടി വരും, അയ്യോ വേണ്ട. മറ്റത് മൊത്തം കാമാകുമ്പോൾ നമ്മുടെ കൺട്രോളിലാവും ഓട്ടോമാറ്റിക്കലി. എല്ലാവരും നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ ഒപ്പം എല്ലാവരും കളിക്കും, എല്ലാവരും ഫുഡ് കഴിക്കും. പിന്നെ വിഷുക്കൈ നീട്ടം ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ സെറ്റിൽ നിന്ന് ആദ്യമായിട്ട്. വിഷു ആ സമയത്തായിരുന്നു. ജയറാമേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യം വിഷുക്കൈ നീട്ടം കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ വരുന്നതനുസരിച്ച് ഞങ്ങൾക്കൊക്കെ വിഷുക്കൈ നീട്ടം തന്നിരുന്നു. അതിൽ തരാതിരുന്നത് സുരേഷ് ഏട്ടനാ. സുരേഷ് ഏട്ടനോട് പിന്നെ ചോദിച്ച് മേടിച്ചു. അച്ഛാ അതാണല്ലോ ഞങ്ങളുടെ പവർ. ആ ടൈം എന്ന് പറഞ്ഞാൽ, ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച് വാങ്ങിച്ചെടുക്കും. ഈവനിങ് ആയപ്പോ സുരേഷ് ഏട്ടനും തന്നു വിഷുക്കൈ നീട്ടം. ആ സിയാദ് സാറൊക്കെ തന്നു. ആ സാറൊക്കെ രാവിലെ തന്നെ നമുക്ക് തന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് രാവിലെ ഞാൻ ലൊക്കേഷനിൽ വരുമ്പോ നോക്കിയപ്പം അവിടെ ഒരു ബെഞ്ചുണ്ട് നമ്മുടെ ആ വീടിന് മുമ്പിൽ. അവിടെ ജയറാം ഇരിക്കുന്നു, ഒരു ക്യൂ കാണാം. എല്ലാരും ഇങ്ങനെ ജയറാം വരുന്നവർക്കെല്ലാം ഇങ്ങനെ പൈസ കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചിന്ത, നമുക്ക് ഷൂട്ടിംഗ് സമയത്ത് ഡേയും ഡേറ്റും സമയമൊക്കെ നമുക്ക് പിടുത്തോണ്ടാവില്ല, നമ്മളിതിനകത്ത് ഇങ്ങനെ കിടക്കല്ലേ. അപ്പം ഞാൻ ചെന്ന് എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് വിഷുവാന്ന് പറയും. അപ്പം ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു, രഞ്ജിത്ത് എനിക്കൂടെ കുറച്ച് കാശ് ഡയറക്ടർ കൊടുക്കണ്ടേ, ഞാൻ പൈസ കൊണ്ടല്ലോ ലൊക്കേഷൻ വരുന്നത്. അപ്പം രഞ്ജിത്ത് പോയിട്ട് അപ്പോൾ തന്നെ ഞാൻ എനിക്ക് 100 രൂപയായിട്ട് മാറി തരണം, 5000 രൂപ മേടിക്കുന്നു. അപ്പോഴത്തേക്ക് അടുത്ത ക്യൂ അവിടെ തുടങ്ങി, ഞാൻ കൊടുക്കുന്നു. അപ്പോൾ സുരേഷ് വന്ന് വരുമ്പോഴത്തേക്ക് എന്താ അവിടെ ഒരു ക്യൂ ഇവിടെ ഒരു ക്യൂ, എന്താ പ്രശ്നം? സുരേഷൻ കയറി നിൽക്കാൻ പറയും ക്യൂവിനകത്ത്. അങ്ങനെ സുരേഷിന് കയ്യിൽ ഇങ്ങനെ സിയാദ് അപ്പോഴത്തേക്കും മറ്റേ സൈഡിൽ കൂടെ തുടങ്ങി. അങ്ങനെ ഒരു എന്താണ് ആ വിഷുവിന് നല്ല ഇവർക്കെല്ലാം നല്ല കാശ്. അത് വൈകുന്നേരം പോകേണ്ട പൊട്ടിച്ചാണ് അവിടെ. അല്ല അത് ഓർത്തെടുക്കണമെങ്കിൽ നമ്മൾ ആ ഓർമ്മ. അല്ല അത് വന്നത് രസമാണ് സാർ. ഞങ്ങളൊക്കെ വരുന്നത് ടെമ്പോ ട്രാവലറിലാണ് ഈ സെറ്റിലേക്ക് വരുന്നത്. അപ്പൊ ഒരു ദിവസം രാവിലെ ഇങ്ങനെ വന്നു, വിഷുവാണെന്ന് അറിയത്തില്ല, ഡേറ്റ് പോലും ഓർമ്മയില്ല. വന്നു നിന്നു, ചേട്ടന്മാരൊക്കെ യൂണിറ്റിലെ ചേട്ടന്മാരൊക്കെ ക്യൂ നിൽക്കുന്നു. അപ്പൊ ഫുഡ് വാങ്ങിക്കാനുള്ള ക്യൂ എന്നുള്ള രീതിയിലാണ് ആദ്യം പോയി നിന്നത്. ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാം എന്നുള്ള രീതിയിലാണ് ആ ക്യൂ നിൽക്കുന്നത്. ക്യൂ എങ്ങോട്ടാ പോണേന്ന് അറിയില്ല, അതൊരു വളഞ്ഞിങ്ങനെ വന്ന് നിൽക്കുക. നമുക്ക് എന്താണ് സംഭവിക്കണേന്ന് അറിയില്ല. അവിടെ എത്തുമ്പോ ജയറാമേട്ടനാണല്ലോ എന്തോ തരുന്നത്. അപ്പൊ എന്തെങ്കിലും അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും വഴിപാടോ അങ്ങനെ വല്ലതും ആയിരിക്കും, പ്രസാദോ വല്ലതും ആയിരിക്കും. അത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കൈ നീട്ടാൻ പറഞ്ഞപ്പോഴാണ് സാറ് വിഷുക്കൈ നീട്ടം തന്നത്. അതൊരു മൊമെന്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതൊരു ഫേവറേറ്റ്. അതുപോലെ എൻ്റെ അമ്മയ്ക്കും കിട്ടി, എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്കും ഇവരുടെയൊക്കെ പാരൻസിനും കൊടുത്തു. അല്ലാതെ ഞങ്ങൾ അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഹോൾ യൂണിറ്റ് ജയറാമേട്ടൻ അതൊന്ന് കൊടുത്തായിരുന്നു. പിന്നെ നമുക്കതൊരു എന്താ പറയാ, ഒരു അസറ്റ് പോലെയാണ് അത് സൂക്ഷിച്ചു വെച്ചത്. കൈനീട്ടം എത്ര തന്നെന്ന് ഓർമ്മയുണ്ടോ? 100 ആയിരുന്നു. എന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞാനൊരു പാക്കറ്റ് വീട്ടിന്റെ എടുത്തപ്പോ ആ ഒരു പാക്കറ്റ് കണ്ട, അതിന്റെ അകത്ത് ഇതൊരു 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു അന്ന് കൈനീട്ടം കിട്ടിയതാണ് വെച്ചേക്കുന്നത്. റിലീസുമായി ബന്ധപ്പെട്ട് പേരൻസ് ഒക്കെ എന്താ പറഞ്ഞപ്പോ? പാരൻസിനാണ് ആക്ച്വലി മെമ്മറീസ് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഏജിനെക്കാട്ടും നമുക്കിപ്പോൾ ഉള്ള പ്രായത്തിനെക്കാട്ടും കുറവായിരുന്നിരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആ സമയത്ത്. അതെ, അപ്പൊ അവർക്കാണ് ശരിക്കും ഒരുപാട് മെമ്മറീസ് ഉള്ളത്. അവർ പല കാര്യങ്ങളും പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തോ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് മനസ്സിലാവുന്ന അപ്പോഴാണ്. ഓരോ പിന്നീടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? നമുക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയതിനു ശേഷം ഒരു യാത്ര എങ്ങനെയായിരുന്നു? മൂവി വൈസാണ്. ഞാൻ സമറിൻ ബത്ലയം കഴിഞ്ഞ ആ വർഷം തന്നെ കണ്ണെഴുതി പൊട്ടുന്നൊട്ട് ചെയ്തായിരുന്നു, മഞ്ജു ചേച്ചിയുടെ കുട്ടിക്കാലം. അത് കഴിഞ്ഞ് കുറേ മൂവീസ് ചെയ്തു. ഒരു 11th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പഠിത്തം അതിലേക്ക് പോയി. അങ്ങനെ ആകാനുള്ള കാരണം എന്താ? എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു സമയത്ത് ലൈക്ക് ഒരു പാഷനും ഇതൊക്കെ ഇഷ്ടമാണെങ്കിലും പാരൻസ് സപ്പോർട്ട് ചെയ്യെങ്കിലും എനിക്ക് തോന്നുന്നു സ്റ്റഡീസ് വാസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് പഠിത്തത്തിന് ഉണ്ട്. അങ്ങനെ അല്ലാത്ത സമ്മതിക്കുന്ന പാരൻസ് ഉണ്ടാവാം. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു 11th ഒക്കെ ആയപ്പോൾ ഇനി സ്റ്റഡീസ് പോകണം, അത് കോളേജ് ജോലി അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോയി.
ഇപ്പം അത് വേണ്ടായിരുന്നു തോന്നുന്നു അന്ന്. ആ, അറിയില്ല. അപ്പൊ അങ്ങനെ പോയിരുന്നെങ്കിൽ എന്താവും എന്നറിയാത്തത് കൊണ്ട് ഇപ്പോ ഇങ്ങനെ പോയേക്കുന്നതും നല്ലതാണെന്ന് തോന്നുന്നു. അത് കൃത്യമായ മറുപടിയാണ് അല്ലേ സിബി സാറേ? അന്ന് അങ്ങനെ പോയാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ പോയതാണ് നല്ലത്. കൃത്യമായ മറുപടി തന്നെയാണ്. സിബി സാറേ, ഈ സിനിമയിൽ എന്നും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സീനുകൾ എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ തിയേറ്ററിലിരുന്ന് ചോദിച്ചാൽ വീട്ടിലിരുന്ന് ചോദിച്ചിരിക്കും മറ്റേ ജയറാമേട്ടൻ ആ കുതിരപ്പുറത്ത് കാണുന്ന ഒരു സീൻ അഭിനയിക്കുന്ന ഒരു സാധനം. അതോടൊപ്പം തന്നെ നമ്മുടെ മണിച്ചേട്ടനെ ആ ചാണകത്തിൽ മുക്കുന്നതാണ്. ഇത് നമ്മുടെ ചിരി ഇപ്പോഴും ഓർത്തെടുക്കുമ്പോഴും നമുക്ക് ചിരി വരുന്ന ഒരു സീനുകളാണ്. ആ സീനുകൾ എടുക്കുമ്പോൾ ആ ജയറാമേട്ടൻ്റെ ഒരു മെമ്മറീസ് ഉണ്ടോ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ? ജയറാമേട്ടൻ ആ കുതിരപ്പുറത്ത് കയറുന്ന ഒരു സാധനം അഭിനയിച്ച് കാണിക്കുകയാണല്ലോ, ഭയങ്കര രസമാണ് ആ ചെയ്യുന്നതാണ്. ആ സംഭവം ഒന്ന് ഓർക്കാമോ? ഇല്ല, അങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ ഓർമ്മയിലുണ്ട്, ഒന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. ആ സിനിമ അങ്ങനെയാണല്ലോ, നമ്മളൊരു സാധാരണ മറ്റു ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന പോലെ അല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം എൻജോയ് ചെയ്യുകയാണ്. അത്ര രസകരമാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ലൊക്കേഷൻ, അതിൻ്റെ കണ്ടൻറ് എല്ലാം. ഒരിക്കലും ടെൻഷനായിട്ട് ചെയ്തിട്ടുമില്ല. ഇതൊക്കെ ജയറാമാണേലും മണിയാണേലും ഒരുപാട് ഇമ്പ്രവൈസ് ചെയ്യും. നമ്മൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ അവരൊന്നും കൂടെ അതിനെ മിനുക്കിയെടുക്കും. അപ്പം ഒരുപാട് സീനുകൾ നമ്മളങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമ്മൾ ചിരിച്ചു പോയ ഒരുപാട് രംഗങ്ങളുണ്ട് മണിയുടെയും ജയറാമിൻ്റെയൊക്കെ. ഇത് ഓരോന്നും ഇപ്പോൾ ഈ ചാണകത്തിൽ വീഴുന്നതൊക്കെ നമ്മൾ ശരിക്കും അത് സിനിമയിൽ പെട്ടെന്ന് ആൾക്കാർ മണി അതിങ്ങനെ വടിച്ചെടുക്കുന്നുണ്ട്. അത് എന്നാലും ഇവരൊക്കെ നമുക്കിപ്പോൾ ശരിക്കും അവരൊക്കെ മിസ്സിങ് ആണല്ലേ. മണിയുടെയൊക്കെ ഒരു മിസ്സിങ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. മണി എന്നൊരു ഒരു ആക്ടർ നമുക്ക് എന്തുമാത്രം നഷ്ടമായി പോയി എന്നുള്ളത് അയാളുടെ ഒരു അഭാവം. നമ്മുടെ ട്രെയിലറിൻ്റെ താഴെ വരുന്ന കമൻറ്റ് മണിച്ചേട്ടൻ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ കൂടുതൽ കമൻറ്റും ഞാൻ വായിച്ചത്. അതെ, കാരണം മണി ഈ സിനിമയുടെ ഒരു വലിയ ഘടകമാണ്. ഈ സിനിമയുടെ സക്സസ്സിനകത്ത് ഇപ്പോൾ ജയറാമിൻ്റെയും സുരേഷിൻ്റെയും കോമ്പിനേഷൻ്റെ ഇടയിൽ കിടന്നിട്ട് അവരുടെ ഇടി മേടിച്ച് കൂട്ടുന്ന ആളാണല്ലോ. എന്ത് പറയാറ് ഇടി പുള്ളിക്കാം. അതാ പുള്ളി ചോദിക്കുന്നത്, സ്പെല്ലിങ് കറക്റ്റ് പറഞ്ഞാൽ ഇടിയാണോ? അതെ അങ്ങനെ ആ ടേപ്പ് റെക്കോർഡർ നന്നാക്കി കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ എന്തുമാത്രമാണ് പുള്ളി കിട്ടുന്നത് ആ പാട്ടിൻ്റെ സംഭവത്തിൽ. അങ്ങനെ കുറേ സാധനമുണ്ട് നമുക്ക് ചിരിക്കാവുന്ന അപ്പുറത്തേക്ക് എപ്പോൾ ആലോചിച്ചാൽ നമുക്ക് ചിരി വരുന്ന ഒത്തിരി സീനുകളുണ്ട്. സിബി സാർ അത്തരം ഒരു സിനിമയിലേക്ക് പോകാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, ഇത് ഞാൻ എല്ലാ ജോണറിലുള്ള സിനിമയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമുക്കിങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ ഇൻസ്പയർ ചെയ്യുക, നമുക്കങ്ങോട്ട് ഇതെനിക്ക് ചെയ്യണം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന സിനിമ ഏത് ജോണറായിട്ടും ചെയ്യും. എനിക്ക് കൂടുതലായിട്ട് ഞാൻ എന്നെപ്പറ്റി ഉള്ളൊരു ധാരണ, ഞാൻ ഭയങ്കര ഇമോഷണൽ കണ്ടൻറ്റുള്ള സെൻറ്റിമെൻറ്റ്സ് ഒരു ഭയങ്കര ഹ്യൂമൻ ഡ്രാമയൊക്കെ ചെയ്യുന്ന ആളൊന്നുമല്ല. അത് എനിക്കിഷ്ടമാണ്, അത് ഇഷ്ടപ്പെട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ആക്ഷൻ ത്രില്ലേഴ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓഗസ്റ്റ് ഒന്നായാലും ഉസ്താദായാലും അതും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ മുത്താരം എന്നൊക്കെ ഹ്യൂമർ ബേസ്ഡാണ്. ദൂരെ കൂടുതൽ അപ്പോൾ എല്ലാ ജോണറും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അതിനകത്തൊക്കെ എനിക്ക് ചെയ്യാൻ അത്തരം ചലഞ്ചസ് എനിക്കിഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. ഇപ്പം ദേവദൂതനെ പോലെ ഒരു എൻ്റയർ മ്യൂസിക്കൽ റൊമാൻറ്റിക് ഒരു മിസ്റ്ററി മൂവി ചെയ്യുമ്പോഴത്തേക്കും അതും എൻ്റെ ഏറ്റവും വലിയ നമ്മൾ ഒരുപാട് എഫേർട്ട് കൊടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പം മറ്റ് മ്യൂസിക്കൽസ് അബ്ദുള്ളയായാലും ഭരതമായാലും കമലദളമായാലും ഇതൊക്കെ നമ്മളതെല്ലാം ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നത്. ഞാൻ ഒന്നിനകത്തും വലിയ എക്സ്പെർട്ടാന്നുള്ളതല്ല, ഉള്ളതൊക്കെ നന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ ജനറേഷൻ്റെ ആൾക്കാരെ വെച്ചിട്ട് അപൂർവരാഗങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ന്യൂ ജനറേഷൻ സിനിമ വരുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും പുതിയ ആക്ടേഴ്സിനെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റി. ഇതൊക്കെ നമ്മളെ നമുക്കൊരു ത്രില്ലാണ്. ആ ത്രില്ല് കൊണ്ടാണ് ഇതൊക്കെ. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം ചെയ്യണം തോന്നലാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സിബി സാർ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. അന്ന് സമരബദ്ധലും തിയേറ്ററിൽ നന്നായിട്ട് ഓടിയൊരു സിനിമയാണ്. പക്ഷേ ദേവദൂതൻ അന്ന് ഓടിയിരുന്നില്ല. പിന്നീട് റീ റിലീസിലാണ് ദേവദൂതൻ നമ്മളൊരു തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നിലയിലേക്കുണ്ട്. ഈ സമരബദ്ധലം തന്നെ വേണം, ഇനി അടുത്ത റീ റിലീസിന് ഇത് വേണമെന്ന് തീരുമാനിക്കാൻ ഒരു കാരണമുണ്ടാവുമല്ലോ? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഇത് ദേവദൂതൻ ഒരു ചലഞ്ചായിരുന്നു. എന്നെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും സിബി സാറിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ചെയ്ത ഒരു വേസ്റ്റ് സിനിമയല്ല ഇൻഡസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ള ഒരു ഫീല് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈവൻ സിബി ഇത് വേറെ ലാംഗ്വേജിൽ ചെയ്യാൻ വരെയും ആലോചിച്ചിരുന്നു ഈ സബ്ജക്റ്റ്, ഈ ദേവദൂതൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അപ്പം ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡയറക്ടർ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു
ഈ സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിൻ്റെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ദേവദൂതൻ്റെ റിലീസ്. അപ്പോൾ ഒരിക്കലും ഇതൊരു തൊഴിലാക്കി മാറ്റണം, അതായത് എല്ലാ പടവും നമുക്ക് റിലീസ് ചെയ്യാം എന്നുള്ളൊരു സ്പിരിറ്റിലല്ല അത് ചെയ്തത്. അതിൽ നിന്ന് കുറേ കോടികൾ സമ്പാദിക്കണം എന്നുള്ള ഇതിലും അല്ല അത് ചെയ്തത്. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ആ സിനിമയെപ്പറ്റി ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ അത് ഓഫ് കോഴ്സ് സക്സസ് ആയി. പിന്നെ വന്ന ഈ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെപ്പറ്റി ആലോചിക്കുന്ന പല കമൻസും ആൾക്കാർ ഇട്ടു തുടങ്ങി. അതായത് സമ്മറിൻ ബത്ലഹേം വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, കുറേ റിലീസ് പിക്ചേഴ്സ് വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ ആ തോട്ടിലാണ് നമ്മൾ ഇതിലേക്ക് കയറുന്നത്. പക്ഷേ അത് ആദ്യം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ നടക്കില്ല. ബിക്കോസ് ഇതിൻ്റെ നെഗറ്റീവ്സ് ഇല്ല, പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. ആ പ്രിൻ്റിൽ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റും, ഇതിൽ 4K ആക്കണം, പിന്നെ മോണോ ട്രാക്കാണ്, അത് മറ്റേ സ്റ്റീരിയോ ട്രാക്ക് ആക്കണം. അപ്പോൾ ഇതൊക്കെ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്ന ടെക്നോളജി ഇപ്പം അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഇതിനൊക്കെ എന്നെ സഹായിച്ചതും എന്നെയും സിബിനോടും സജഷൻസ് ചോദിച്ചിരുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ബോണി എന്ന് പറഞ്ഞ അവരുടെ കമ്പനി. അത് ശരിക്കും പറഞ്ഞാൽ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ, റോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പാർട്ടായിട്ട് എൻ്റെ മകളുടെ ഷെർമീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരിതിനെപ്പറ്റി വളരെ സാങ്കേതികമായിട്ട് പഠിച്ചു. അവരാണ് ദേവദൂതൻ ചെയ്തത്, ചോട്ട മുമ്പേ ചെയ്തത്, അതേമാതിരി തന്നെ ഇപ്പോൾ ഈ പടം ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു ചലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ചെയ്യണേലും കൂടുതൽ ക്വാളിറ്റി കാണിച്ചുകൊണ്ടു ഇത് ചെയ്യണമെന്നുള്ളൊരു വാശി അവരുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് അവർ നടത്തി തരും എന്നുള്ള ലൈനിൽ ഇപ്പം ഞാൻ പൂർണ്ണ തൃപ്തനാണ്. ഞാനും സിബിയും അതെ. ബിക്കോസ് അന്ന് കണ്ട സിനിമയല്ലേ ഇന്ന് കാണാൻ പോകുന്നു. അന്ന് കണ്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ മാജിക്കോ കാര്യങ്ങളോ അല്ല. പക്ഷേ ഇന്നത്തെ ടെക്നോളജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ 4K റെസൊല്യൂഷനിൽ അതിൻ്റെ ഗ്രീനറി, ഈ പറഞ്ഞ നിങ്ങളെല്ലാവരും അവകാശപ്പെടുന്ന കോസ്റ്റ്യൂംസിൻ്റെ കളേഴ്സ്, ആർട്ടിസ്റ്റിൻ്റെ സ്കിൻ ടോൺ, ഇങ്ങനെ പല കാര്യങ്ങളും ഇന്ന് വിസിബിളാണ് കാര്യങ്ങൾ. ഇന്ന് വളരെ 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 ഞാൻ എൻ്റെ അപ്പുറത്തേക്കില്ല ആ സിനിമയിൽ. പിന്നെ മ്യൂസിക്, സോങ്സ്, റീ റെക്കോർഡിങ്, ലാലിൻ്റെ പ്രസൻസ് വരുന്ന ആ പീരീഡ്, അതൊക്കെ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന ഒരു രംഗം. അതായത് പുതിയൊരു സിനിമ കാണുന്ന ഫീലിങ്ങിലാണ് ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അത് നമുക്ക് ലെറ്റ് സീ. അതെ അതെ, നമ്മൾ ഈ ഇൻ്റർവ്യൂ ആളുകൾ കാണുമ്പോൾ സിനിമ സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതാ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി നാളെയൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ സക്സസ് ആയിട്ട് സിനിമ ഓടുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ. അല്ല, എനിക്കൊരു ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിലർ ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് ട്രെയിലർ, അതെ ഞാൻ പറയാൻ വേണ്ടിയിരുന്നത്, ആ ട്രെയിലർ ഉണ്ടാക്കി ഈ 4K റെസൊല്യൂഷനിൽ തന്നെ ഉണ്ടാക്കി. അതിൽ അറ്റ്മോസ് ചെയ്തു, സൗണ്ട് അറ്റ്മോസ് ചെയ്തു. തിയേറ്റേഴ്സിൽ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തിയേറ്ററിലുള്ള സുഹൃത്തുക്കൾ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യം ദേവദൂതൻ ചെയ്തപ്പോഴത്തേക്കും എനിക്കറിയാം ടോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അതിൽ ഭ്രാന്തായി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഒരു ഫെയിലിയർ പിക്ചർ രണ്ടാമതെടുത്ത് റിലീസ് ചെയ്യുന്ന ഒരു ഭ്രാന്ത് എന്നുള്ള ലെവലിലായിരുന്ന ആൾക്കാർ. അതേമാതിരി തന്നെ ഇവനിങ്ങനെ ഇതിപ്പോൾ ഈ സമയത്ത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. പക്ഷേ എൻ്റെ സിനിമാ തിയേറ്ററിലെ സുഹൃത്തുക്കൾ മുഴുവനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എക്സലൻറ്റ്. അവർ വോളണ്ടിയറിലായിട്ട് ഇത് ഏത് തിയേറ്ററിൽ കളിക്കുന്നത് പ്രശ്നമല്ല, നിങ്ങൾക്ക് ഫോറം മോളിൽ പോയ എല്ലാ സ്ക്രീനിലും ഉണ്ട്, PVR പോയ എല്ലാ സ്ക്രീനിലും ഉണ്ട്, മൾട്ടിപ്ലെക്സിൽ പോയ എല്ലാ സ്ക്രീനിലും ഉണ്ട്. അവർ വോളണ്ടിയറിൽ കളിക്കുക. ഇപ്പോൾ പാലക്സി മോളിൽ എല്ലാ സ്ക്രീനിലും ഉണ്ട്, എപ്പിക്കിൽ വരെയും ഉണ്ട്. എപ്പിക് എന്ന് പറഞ്ഞ സ്ക്രീനിൽ വരെ നമ്മുടെ ട്രെയിലർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രൂവ്ഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഫിലിമിൻ്റെ ക്വാളിറ്റി. അതെ 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 അതെ. അപ്പോൾ അത് കാരണം നാച്ചുറലി കാത്തിരിക്കുകയല്ല ഞങ്ങൾ എല്ലാവരും. കണ്ടവരുണ്ട്, ഇപ്പോൾ തിയേറ്ററിൽ കാണാനുള്ളവരുമുണ്ട്. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ കുറച്ച് വലുതായിട്ടും കുറേ സിനിമ ഈ സിനിമ കണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന ഏറ്റവും നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ പറഞ്ഞാൽ ഏത് പറയും? ഞങ്ങളെല്ലാവരും ഉള്ളതാണോ അതോ സിനിമ? നിങ്ങളുള്ളതാണല്ലോ എപ്പോഴും ഇഷ്ടപ്പെട്ടു. എല്ലാത്തിലും നിങ്ങളുണ്ടല്ലോ. അതെ ഉണ്ട്. പക്ഷെ നിരഞ്ജൻ അതിൽ മാത്രം ഞങ്ങളില്ല. അതായിരുന്നു കുറച്ചുകൂടെ സിനിമ ആസ്വദിച്ച് കാണുമ്പം ഏറ്റവും ഫേവറേറ്റ് സീൻ അത് തന്നെയാണ്.
നിരഞ്ജൻ എന്ന കഥാപാത്രം കോരിത്തെരിപ്പിച്ച് മോഹൻലാൽ സാർ ആക്ട് ചെയ്ത ആ അന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടല്ലേ? ഞങ്ങളൊക്കെ മലപ്പുറം പറഞ്ഞു വിട്ടു. അതെ. നിങ്ങളവിടെ നിന്ന് ശരിയാവില്ലെന്ന് മനസ്സിലായി. അതെ അതെ. അപ്പം ആ സീൻ ഭയങ്കര എന്താ ഒരു ഓഡിയൻസ് എന്നുള്ള ലെവലിൽ കാണുമ്പോൾ ഒക്കെ ഭയങ്കര മനസ്സിൽ തട്ടുന്നൊരു രംഗവും അതുപോലെ തന്നെ ആ മൂവിയുടെ ലെവലേ മാറുന്നത് ആ ഒരു സീൻ വരുമ്പോഴാണ്. പിന്നെ ഓഫ് കോഴ്സ് മോഹൻലാൽ സാറിൻ്റെ ആക്ടിങ് അതൊക്കെ എന്താ പറയുന്നത്, അത് ആ കൈ ചലിക്കുന്നതൊക്കെ അതിലെല്ലാം ആക്ടിങ്ങിൽ ആ ഒരു ഇതുണ്ട്, ആ സ്റ്റോറി ടെല്ലിങ്, ആ നറേഷൻ, അതിലെല്ലാം പിടിച്ചിരുത്തിക്കളയും. അതൊരു ഫേവറേറ്റ്. ആ അതെ, തൊടാണ്ട് തൊടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഡയലോഗ് ഡെലിവറി അതെല്ലാം മനസ്സിലെ ഫേവറേറ്റ് ഒരു അതെന്താ പറയുന്നത്, ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ഈ വീട്ടിലുള്ളവരും പറഞ്ഞിട്ടുണ്ടാവില്ല, അത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നീട് പോയി നമ്മൾ വലുതായി കഴിയുമ്പോൾ അന്ന് ചെയ്ത നമ്മൾ പിന്നെ സിനിമ അന്ന് ചെയ്ത കുരുത്തക്കേട് അല്ലെങ്കിൽ അന്ന് ചെയ്ത നമ്മൾ ചെയ്തപ്പോൾ സിൽസാർ ആക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യാതിരുന്നു അങ്ങനെ എന്തെങ്കിലും പിന്നീട് പേരൻസ് പറഞ്ഞിട്ടുണ്ടോ? വികൃതികളായിരുന്നു ഞങ്ങളെല്ലാവരും, അതുകൊണ്ട് എന്താ അങ്ങനെ പാവായിരുന്നു, ഒരു ഡോളായിരുന്നു. ഒന്നും അത്ര പ്രത്യേകിച്ച് അങ്ങനെ കുറുമ്പൊന്നും കാണിക്കാത്ത ക്വൈറ്റ് ചൈൽഡ് ആയിരുന്നു. പക്ഷേ സിനിമയിൽ സ്പ്രിങ് വെച്ച പോലെ പോയിക്കൊണ്ടിരിക്കണം, അതാണ് എൻ്റെ വ്യത്യാസം. സിനിമ കാണുമ്പോൾ സ്പ്രിങ് വെച്ച ആളാണ്, ഇങ്ങനെ ചാടി നിൽക്കുന്ന ആളായിട്ടാണ് പോയത്. പിന്നീട് എന്തുകൊണ്ട് സിനിമാ മേഖല വേണ്ട എന്നൊരു തീരുമാനം? എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ വന്നപ്പോൾ പതുക്കെ കട്ടാക്കി. അറൗണ്ട് 18 മൂവീസ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടികളുടെ മകളായിട്ട് 2 സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. രാക്ഷസ രാജാവ്, അരയന്നങ്ങളുടെ വീട്, പിന്നെ ചതിക്കാത്ത ചന്തു, മേഘമൽഹാറിൽ ബിജു മേനോൻ സാറിൻ്റെ മോളായിട്ട്, ഗ്രാമഫോണിൽ മീര ജാസ്മിൻ്റെ സിസ്റ്റർ, അങ്ങനെ കുറേ ഉണ്ട്. ലാസ്റ്റ് പടം ചതിക്കാത്ത ചന്തുവായിരുന്നു. അതോടുകൂടി ഇപ്പൊ ഹാപ്പിയാ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ റീയൂണൈറ്റ് ചെയ്ത് കാണാൻ പറ്റിയതിലും വലിയ ഒരു ഇവന്റിന്റെ ഭാഗമാകാൻ പറ്റിയതിലും പിന്നെ നാളത്തെ റീ റിലീസിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. അല്ല, ഇതിന്റെ ഒരു 100ാം ദിവസം 50ാം ദിവസം ആഘോഷമുണ്ട്, ലാലേട്ടനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും ഉണ്ടാവും, അതൊരു ഞങ്ങൾ എന്തായാലും ഉണ്ടാവും, ലാലേട്ടനും ഉണ്ടാവും. ഇല്ല ചേക്കാം, ഇവരൊരു ഒറ്റ ഗോളിൽ ലാലേട്ടന് എത്തുന്ന അത്രയും ആത്മബന്ധമുള്ളവരാണല്ലോ. അപ്പൊ ലാലേട്ടനോട് കൂടിയായിരിക്കും ഇതിന്റെ സക്സസ്. നമ്മൾ വലിയൊരു ഫംഗ്ഷൻ വെച്ച കേക്ക് കട്ടിങ് അത് നിങ്ങൾ തയ്യാറായിരുന്നോളാൻ വേണ്ടിയാണ് പറയുന്നത്. പാട്ടിലോട്ട് അങ്ങ് പിന്നീട് സോങ്ങിലേക്കാണ് പിന്നീട് ഏറ്റവും ഒത്തിരി പിന്നീട് ഗായികയെ പല സിനിമയിലും പാടിയിട്ടുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ പാട്ടുകളൊന്നും പാടാൻ പറഞ്ഞത് ഏത് പാട്ട് ഇപ്പോൾ പാടും? എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എത്രയോ ജന്മമായാണ്. അതിന്റെ അനുപല്ലവി പാടാം. വേറെ ഇന്റർവ്യൂവിൽ പല്ലവി പാടിയിട്ടുണ്ടായിരുന്നു. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം എന്നെന്നും നിന്മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ. സിൽസാർ എവിടെയോ എത്തി ആ പാട്ട്. ഞാൻ ശ്രദ്ധിച്ചത് കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് തരാം. ഈ പാട്ടിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സുജാത പാടിയപ്പോൾ ഈ അനുപല്ലവിയിൽ ഞാൻ എന്നിട്ട് സുജനെ പിന്നീട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വേർഡ് തെറ്റിച്ചിട്ടുണ്ടല്ലോ. സുജു അത് ശ്രദ്ധിച്ചില്ല, കാരണം ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞങ്ങളില്ല. ഞങ്ങൾ ഷൂട്ടിന് പോയ സമയത്തോ അതിൻ്റെ റെക്കോർഡിങ് നടക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ വിദ്യാസാഗറിന് മലയാളം വലിയ പിടുത്തമില്ല. സുജു അത് എഴുതി കൊടുത്ത് സുജു പാടുകയും ചെയ്തു. അതൊരു വാക്ക് ഇതിനകത്ത് മിസ്സായിട്ട് ഒരു തെറ്റി പാടിയിട്ടുണ്ട്. അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സുജുവിൻ്റെ ഒറിജിനൽ വോയിസ് കേട്ട് കഴിഞ്ഞാൽ അറിയാം. നീ മോളും അതിനൊരു മാളും എന്നാണ് പറഞ്ഞേക്കുന്നത്. കേട്ടോ? ഇനി കേൾക്കുമ്പോൾ നീ മാളും ഇങ്ങനെ പാടിക്കുന്നത്. മോളും എന്ന് പറയുന്നതിന് ഒരു മാളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിദ്യ ശ്രദ്ധിക്കാഞ്ഞ വിദ്യക്ക് ഭാഷ അറിയാൻ പറ്റത്തുണ്ട്. സുജുവും അത് പാടിയപ്പോൾ അങ്ങ് വിട്ടുപോയതാണ്.
നമുക്ക് ഓട്ടോമാറ്റിക്കലി മൂളും അതെ, കേട്ടു പോകുന്നത്. അത് പിന്നീടാണ് അന്ന് ലുലു മാളൊന്നും വരാത്തതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കി ഈ മാളും. അല്ല, പിന്നീട് സംസാരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ചോദിച്ചു പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ, ഞാൻ ഓർക്കും അവർ ശ്രദ്ധിച്ചിട്ടില്ല. പാടുന്നതിൻ്റെ അവരും ട്യൂണിനകത്തും കാര്യങ്ങളാണല്ലോ കൂടുതലും. വിദ്യാർത്ഥി അറിഞ്ഞോ പിന്നീട്? വിദ്യാർത്ഥി ഞാൻ പറയില്ല, വിദ്യക്ക് അറിയില്ല, അത് വിദ്യക്ക് മാളായാലും മോളായാലും ഒക്കെ ആണ്. അങ്ങനെ ഒരു അല്ലേ, അങ്ങനെ വരണമുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോഴും ഞാൻ പറഞ്ഞു, അയ്യോ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് റെക്കോർഡിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ. പിന്നീട് റെക്കോർഡിംഗ് എന്നൊക്കെ അന്നത്തെ കാലമൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. ഇപ്പോഴാണെങ്കിൽ ഒരു വാക്കാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും, അന്ന് അങ്ങനെ പറ്റില്ലല്ലോ. പിന്നെ അതൊരു ലിപ്സിംഗ് ഉള്ള പാട്ടായിരുന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ, ഈ സോങ് അങ്ങനെയാണല്ലോ അല്ലേ. ഈ സോങ് എടുക്കുന്ന സമയത്ത് സിംസാർ ഇപ്പോൾ ഇതിൻ്റെ തെറ്റുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും ആ സീനിലൊന്ന് ഓർമ്മ വരുമോ? ഈ പാട്ടിൻ്റെ ഇത് ശരിക്കും നമ്മൾ ആളെ റിവീൽ ചെയ്യാതല്ലേ ചെയ്യുന്നത്, ആരാണ് ഈ പെട്ടി കൊണ്ടുവരുന്നത്, പൂച്ചയെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ എന്താണ് ഇവരെ മാക്സിമം ഈ ആളുടെ രൂപം വെളിപ്പെടുത്താത്ത രീതിയിലുള്ള വിഷ്വൽസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കേർട്ടൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ബാക്ക് ഷോട്ട്സുകൾ, അതിനകത്ത് മുഴുവൻ സ്മോക്ക് ഇട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇത് ആളെ നമ്മൾ ഹൈഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അത് ഇച്ചിരി ക്ലവറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നത്. പ്രത്യേകിച്ച് ഈ പാട്ടിലൂടെ ആൾക്കാർ സിനിമയിലേക്ക് അങ്ങ് ശരിക്കും ഹുക്ഡ് ആവും. അതെ 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 അതെ. ഒരു സങ്കടം ഉണ്ടായ മുഹൂർത്തം ഉണ്ടാവില്ല. എനിക്കൊക്കെ സിനിമ കണ്ടു നിറഞ്ഞ മുഹൂർത്തം, ലാലേട്ടൻ്റെ സംഭവങ്ങളൊക്കെ പറയാം. അങ്ങനെ ആ ഷൂട്ടിംഗ് സമയത്ത് ഒരു മുഹൂർത്തം എന്തായിരിക്കും? ഇല്ല, ലാലിൻ്റെ ആ സീൻ എല്ലാവർക്കും ഒരേപോലെ സ്പെഷ്യലാണ്. ആ ക്യാരക്ടറിൻ്റെയും പെർഫോമൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഓദർ സപ്പോർട്ടുള്ളൊരു ക്യാരക്ടറാണത്. അതിനെ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്ത് നമ്മളിലോട്ട് ഇപ്പോൾ വേറൊരു ആക്ടർക്കും അത് അത്രയും ബ്രില്യൻ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം ഇയാൾ അതിൽ കൂടെയൊക്കെ ജീവിച്ചു പോകുന്ന ആളാണെന്ന് നമുക്ക് തോന്നി. ഇയാൾ പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ അറ്റുപോയ കൈ എൻ്റെ നെഞ്ചത്താണ്, അത് അപ്പോഴും പിടയ്ക്കുന്നത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. നമുക്കത് നമ്മുടെ ആ വിഷ്വലിലേക്ക് നമ്മളെ നമ്മുടെ കാഴ്ചയിൽ അത് വരുന്നുണ്ട്. അതാണ് ഏറ്റവും. പിന്നെ എനിക്ക് സുരേഷിൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് ഭയങ്കര നല്ല മനുഷ്യനാണ്. അയാൾ ഭയങ്കര പാവം ഒരു മനുഷ്യനാണ് ഈ സുരേഷിൻ്റെ ഈ ഡെന്നിസ്. ഭയങ്കര പാവമായിട്ടുള്ള ട്രെയിലറിലും കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ അതെ അതെ. ആ വാക്ക് ഭയങ്കരമാണ്, നമുക്ക് എല്ലാവരും മനസ്സിലേക്ക് തട്ടുന്ന വാക്കായിരുന്നല്ലോ. എന്നാൽ ഡെന്നിസും രവിശങ്കറും ഭയങ്കര നല്ല ഫ്രണ്ട്സാണ്. ഒരാൾ ഡെന്നിസ് രവിശങ്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ സ്വത്തും ഒക്കെ മറ്റവൻ്റെ ഹൈഡ് ചെയ്ത്, ഇയാളുടെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്തിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇയാൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഡെന്നിസിന് വേണ്ടിയിട്ട് അല്ലേ. രവിശങ്കർ ഇയാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും അവൾക്ക് ഇയാളെയാണ് ഇഷ്ടവും ധരിച്ചിട്ട് ഇയാൾ മാറിക്കൊടുക്കുക, അവരാണ് നല്ലതെന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരുപാട് ഇമോഷണലായിട്ടുള്ളൊരു ഓരോ ക്യാരക്ടേഴ്സും തമ്മിലുണ്ട്. വല്ലാത്തൊരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു എന്താണ് വല്ലാത്തൊരു സ്ക്രീൻ പ്ലേയുടെ ഒരു മികവ് ഗംഭീരമാണ്. അതാണ് ആ പാട്ടിലും ഡാൻസിലും മഞ്ജു അങ്ങനെ ചെയ്തിട്ട് വീണ്ടും സുരേഷേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ സുരേഷേട്ടൻ ചോദിക്കും എങ്ങനെ നിൽക്കുന്നത് കഴിയുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണെന്ന് എന്തായാലും ഒരു മനസ്സലിവുള്ളവർക്കൊന്ന് കണ്ടു നനയും ആ സീനൊക്കെ ഓർക്കുമ്പോൾ. നമ്മളിപ്പോഴും അതെ, എനിക്കൊക്കെ ഒരു ഫീൽ കിട്ടിയ സിനിമയാണ്, ഞാൻ അതിലേക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമ്മൾ ആലോചിക്കാതെ. സിംസാർ ഇപ്പോൾ പറയുമ്പോൾ തന്നെ എത്ര ഉൾക്കൊണ്ടാണ് പറയുന്നത്. എത്ര കാലഘട്ടം മുമ്പുള്ള സിനിമയാണെങ്കിലും ഒരേ സീനും ഓർമ്മ വരുവാണല്ലോ. ഇവർക്കൊക്കെ അന്ന് കുട്ടികളായതുകൊണ്ട് അത്ര ഓർമ്മ. പിന്നെ പിന്നീട് കണ്ട് ഇവർക്ക് ആ സിനിമയിലേക്ക് ലയിച്ചിട്ടുണ്ട്. സിയാൾക്ക് പിന്നെ അതിലേക്കൊന്നും ലയിക്കാതെ പൈസയ്ക്ക് വേണ്ടി മാറി അങ്ങ് പോയതുകൊണ്ട് അതിനൊന്നുമില്ല. റിലീസ് കഴിഞ്ഞിട്ട് പൈസ എണ്ണിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ സീനൊക്കെ ഓർത്തെന്ന് എനിക്കുള്ളൂ സിയാൾക്ക്. ഞാൻ വളരെ ലേറ്റ് ആയത്. സമ്മർ എന്ന് പറഞ്ഞ പടം തന്നെ എടുത്തു എന്നുള്ള സംശയത്തിലാണ് ഇരിക്കുന്നത്. ഫീൽ ചെയ്തൊരു സീൻ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ലൊക്കേഷനിൽ വരുന്നത് മറവത്തൂർ കനവിൻ്റെ ഇതിനു വേണ്ടി ഷോളൊന്നുമില്ല. മറ്റേ മറവത്തൂർ കനവിൻ്റെ റിലീസിന് ശേഷം ആ ഷോളിട്ടിരിക്കുന്നത് ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിൽ കയറിയതാണ്. അതെ, ഈ ചൂടമടിച്ച് കയറിയ കുന്നിൻ്റെ അവിടെ കയറിയ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇരുന്നു പോയി. അത്രയേ ഉള്ളൂ, ശ്വാസം കിട്ടാതെ. അപ്പം അവിടെ ഇതിൻ്റെ ലൊക്കേഷനിൽ വരുന്നത് എല്ലാ വിവരവും സിവിയായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സ്മൂത്താണ്. ഇവിടെ സക്സസ് ആയി, ഈ മറുപത്ത് കൊടുക്കുന്ന സക്സസ് ആയി കഴിഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു മൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് സെലിബ്രേഷനാണ്.
ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ലാൽ ജോസ് സാറൊക്കെ വന്നിട്ടുണ്ട്. ഏ? ലാൽ ജോസ് സാറൊക്കെ വന്നിട്ടുണ്ട്. 5 ദിവസം ഉണ്ട്. മറ്റേ നമ്മുടെ എല്ലാം പെർഫോമൻസസ് ആ. ഉണ്ടായിരുന്നു. ഡാൻസ് കളിച്ചു, പാട്ടുപാടി. സുകുമാരി ചേച്ചിയുടെ നേതൃത്വത്തിൽ കലാപം മണി, മറ്റേ ജയറാം, ഇങ്ങനെ മൊത്തം എൻ്റർടൈൻമെൻറ്റാണ്. ഞാൻ പ്രൊഡ്യൂസറായിട്ട് സിനിമ ഷൂട്ടിങ്ങും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയപ്പോൾ നമ്മൾ കാണുന്ന ഇതാ, മനസ്സിലായോ? പക്ഷേ വല്ലാത്ത ഫീലിംഗ് ആയിപ്പോയത് എനിക്ക്. ബിക്കോസ് എന്നെ എത്രയും പേര് സ്നേഹിച്ച എന്നെ അവിടെ ചെല്ലാൻ കാത്തിരിക്കുന്ന മാതിരിയാണ് ഇവരൊക്കെ നാട്ടിൽ. അതാണ് എൻ്റെ സംരംഭത്തിലെ എൻ്റെ ഒരു നല്ല എല്ലാ സീൻസോ കാര്യങ്ങളിലും ഉപരിയായിട്ട് എന്നെ പേഴ്സണലായിട്ട് അത് വലിയ ഇതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ഇവരാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതല്ല, അത് കഴിഞ്ഞിട്ട് അവിടെ സെലിബ്രേഷൻ നടക്കുന്നു, എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നു. ഇവർ മറ്റേ നമ്മുടെ കുമാരി ചേച്ചി പറ്റൂല മോനെ, നീ ഡാൻസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ ഞാൻ നല്ല ഡാൻസർ ആയിരുന്നു എന്നുള്ള കുമാരി ചേച്ചി അറിഞ്ഞിട്ടുണ്ടാകാം. അറിഞ്ഞില്ല സിൻസാറെ നമ്മള് അല്ലേ. അപ്പം അങ്ങനെ അതാണ് നല്ലൊരു ഫീൽ എന്ന് പറയുന്നത്. സംരംഭത്തിനെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും അത് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് പല സീക്വൻസസും നമുക്ക് അതിശയമാണ്. പല സീക്വൻസസും ഇവർ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഈ മഞ്ജുവിൻ്റെ എന്താ പറയുക, ചേഞ്ച് ഓവർ, ഒരു ക്യാരക്ടറിൽ നിന്ന് വേറൊരു ക്യാരക്ടറിലേക്ക് മാറുന്ന സംഭവങ്ങൾ, പാട്ടിൻ്റെ ഓരോ ഷൂട്ടും, ഇതിനെല്ലാത്തിനും പുറമേ അവസാനം വന്ന് നമ്മുടെ മറ്റേ ലാലിൻ്റെ പെർഫോമൻസ് ഞാൻ വിറ്റ്നസ് ചെയ്യണമായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട് അവിടെ. എനിക്കറിയില്ല, ഞാൻ ഞെട്ടി ഇങ്ങനെ ഒരുമാതിരി തരിച്ചു നിൽക്കുന്ന എന്നുവെച്ചാൽ പുള്ളി അതുവരെയും കളിയും തമാശയൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഈ ഷോട്ടിലേക്ക് പോകുന്നത്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഓരോ ആക്ഷനും ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി കൈ ബോംബ് വെച്ച് തകർത്തിട്ട് കൈ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പുള്ളിയുടെ വിരലുകൾ കൊണ്ടിട്ടാണ് അത് അഭിനയിക്കുന്നത്. അത് എനിക്കറിയില്ല, ദാറ്റ് ഈസ് ഒന്നും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പാർട്ട് സിബിയുടെ മനസ്സിൽ എങ്ങനെയൊക്കെ അറിയില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതേമാതിരി നമ്മൾ തരിച്ചു നിന്നുപോയ ഒരു സീനാണ്. പിന്നെ എസ്പെഷ്യലി ഡബ് ചെയ്ത് കണ്ടു, പിന്നെ ഇപ്പോൾ സിനിമയായിട്ട് കണ്ടു, അറ്റ്മോസിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എക്സലൻറ്റ്. ഇത് തന്നെയാണ് ഇറക്കേണ്ട സിനിമയെന്ന് പ്രേക്ഷകരും വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയത്തിലേക്ക് പോകുന്നത്. സിബി സാറ് ഇനിയും സിബി സാറ് എൻ്റെ ഒരു ആഗ്രഹം, ഇവരൊക്കെ വളർന്നു വലുതായി, ഇനി എടുക്കുന്ന സിനിമയിൽ ഇവരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണം. ഞാൻ അനുമതി മേടിച്ചു തരാൻ പോകട്ടോ. ഇനി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് പോകണം. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവും. ഡേറ്റ് കിട്ടുമെന്ന് അറിയില്ല. എനിക്ക് അതേ മേടിച്ചു തരാൻ പറ്റുള്ളൂ. അന്നൊക്കെ പേരൻസും അവരൊക്കെ ജോലിയൊക്കെ ഇപ്പൊ എല്ലാം ഇവര് സെറ്റിലാണ്. അത് വിളിച്ചാൽ മതി, ഡേറ്റ് തന്നിരിക്കും. എനിക്കിത് കൂടുതൽ അനുമതി മേടിച്ചു തരാൻ പറ്റും. ഓർമ്മ ഈ ഒത്തുകൂടൽ വലിയൊരു വിജയമാകട്ടെ ഈ സിനിമയുടെ. ആ സിനിമയുടെ വിജയത്തിന് നമുക്ക് പറഞ്ഞാൽ ആഘോഷമാക്കാം. എന്നാലും ഇത്രയും സമയം നമുക്ക് കുറേ ഓർമ്മകൾ അല്ലേ, കുറച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കുറേ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റും. ഒരു നല്ലൊരു സാധനം, തെറ്റുപറ്റിയ സാധനം ചൂണ്ടിക്കാണിച്ചു സിബി സാർ. അത് ആ പാട്ട് പാടിയോണ്ട് മാത്രം, വേറെ പാട്ട് പാടിയാൽ നമുക്ക് കിട്ടില്ലായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷം. നമുക്ക് പൊളിക്കണം. ഇതിന്റെ സക്സസിന് അന്ന് ചെയ്ത ഡാൻസ് ചെയ്യാം. അത് ഉറപ്പിച്ചിട്ട് പോവാണ് കേട്ടോ. അത് സിബി സാറിന്റെ ഉത്തരവാദിത്തമാണ്. ആ സുകുമാരി ചേച്ചിയുടെ സ്ഥാനത്ത് സുകുമാരി ചേച്ചിയുടെ അനിയത്തിമാരായിട്ട് ഇരുന്ന് ഡാൻസ് ചെയ്യിപ്പിക്കും. ഇത്ര എനിക്ക് ഉറപ്പ്. മക്കളായിട്ട് നിന്നുണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണം. അതും നമ്മൾ ചെയ്യിക്കും. ഓക്കെ, ഒത്തിരി സന്തോഷം. ഞെട്ടരുതേ ഒരിക്കലും ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്.